friends, this is Babu. Welcome back to Babu's World. ഇന്ന് മുതൽ ഒരു പുതിയ സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള വീഡിയോസാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന 2-3 മിനിറ്റിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന വീഡിയോകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചാർട്ടിലെ സീരീസിൻ്റെ പിക്ചർ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ ആക്കിയിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ഓൾറെഡി ഞാനിവിടെ ഒരു 3 സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റാബേസിന് അല്ലെങ്കിൽ ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ചാർട്ടുകളാണ്. ഇതിലുള്ള വാല്യൂസ് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചാർട്ടിലെ വാല്യൂസും ചേഞ്ച് ആവുന്നുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾറെഡി ഞാനിവിടെ ഈ ഡാറ്റ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ചാർട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇതിൽ നിങ്ങൾ കോളം ചാർട്ട്, ഞാൻ കോളം ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഓൾറെഡി ഇവിടെ ചാർട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വേണ്ട പിക്ചർ എന്താണോ ആ പിക്ചർ കോപ്പി എടുക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഷീറ്റിൽ കുറേ പിക്ചറുകൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ പിക്ചർ സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുക്കുന്നു. ഇനി നമ്മുടെ ചാർട്ടിൽ വരിക, ചാർട്ടിലെ സീരീസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ സീരീസും സെലക്ട് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക, Ctrl+V. അപ്പോൾ അത് റീപ്ലേസ് ആയി. ഇനി വേറൊരു പിക്ചറാണ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ പിക്ചർ സെലക്ട് ചെയ്യുക, കോപ്പി എടുത്തു ഇതിൽ ഷീറ്റിൽ വരിക, നമ്മുടെ ചാർട്ട് സെലക്ട് ചെയ്യുക, ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് ഓരോ സീരീസിലും ഓരോ പിക്ചറാണ് വേണ്ടെങ്കിൽ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ സീരീസ് സെലക്ട് ആവുന്നുണ്ട്. അപ്പം അതിന് പകരമായിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സീരീസ് മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇമേജിൽ പോവുക. നിങ്ങൾക്ക് ഈ പിക്ചറാണ് വേണ്ടെങ്കിൽ ഈ പിക്ചർ സെലക്ട് ചെയ്തു. ഇനി അത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ സീരീസ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ഇനി ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് മാത്രമായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് വേറൊരു ഇമേജ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇതിൽ വരിക, അത് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ ഓരോന്നും മാത്രമായിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചാർട്ടിൽ അതിൻ്റെ സീരീസുകളും ചേഞ്ച് ആവും. ഇനി ഇതൊരു പൈ ചാർട്ട് ആണെങ്കിലോ, പൈ ചാർട്ടിന് സെലക്ട് ചെയ്യുക, നിങ്ങൾ പൈ ചാർട്ട് ഇൻസേർട്ട് ചെയ്യുക. ഓൾറെഡി പൈ ചാർട്ട് ഇൻസേർട്ടായി. നിങ്ങൾക്ക് വേണ്ട പിക്ചർ കോപ്പി എടുക്കുക, ജസ്റ്റ് സീരീസ് സെലക്ട് ചെയ്യുക, Ctrl+V പേസ്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങൾ ചാർട്ട് വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ചാർട്ടിലെ അതിൻ്റെ പിക്ചറും ചേഞ്ച് ആവും. ഓക്കെ. ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായി തരുന്നു. നിങ്ങളിത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.